വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വൻകിട ലോജിസ്റ്റിക്സ് മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കാനൊരുങ്ങി കേരള സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട IOCL, കോൺകോർ, CWC എന്നീ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ഒപ്പുവച്ചു. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വിസിൽ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. വെറുമൊരു തുറമുഖ നിർമ്മാണം എന്നതിനപ്പുറം വിഴിഞ്ഞത്തെ പൂർണ്ണതോതിലുള്ള സാമ്പത്തിക വികസന കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് 3 വൻകിട കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്ന് 2000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് തുടക്കമിടുന്നത്. തുറമുഖാധിഷ്ഠിത വ്യാവസായിക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതിനും VISLനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ യോഗത്തിൽ ഡയറക്ടർ ബോർഡ് എടുത്ത തീരുമാനത്തിന്റെ തുടർച്ചയായാണ് ഈ വികസന പ്രവർത്തനങ്ങൾ. പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിക്കുമ്പോഴും അവിടെ എത്തുന്ന കപ്പലുകൾക്കാവശ്യമായ ഇന്ധനം, യാർഡുകൾ, ചരക്ക് നീക്കാനുള്ള റെയിൽ ഗതാഗതം എന്നീ തന്ത്രപ്രധാന സംവിധാനങ്ങൾ പൊതുമേഖലയിൽ തന്നെ സർക്കാർ ഉറപ്പാക്കുന്നു. ചരക്ക് കൈമാറ്റത്തിലെ കുത്തകവൽക്കരണം തടഞ്ഞ വ്യാപാരികൾക്ക് ന്യായമായ നിരക്ക് ലഭ്യമാക്കാനും രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പുവരുത്താനും സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ഈ വികസന മാതൃക വഴി സാധിക്കും. ഇന്ധന സുരക്ഷയ്ക്ക് IOCL വിഴിഞ്ഞത്തെ എത്തുന്ന കൂറ്റൻ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി കേന്ദ്ര മഹാരത്ന കമ്പനിയായ IOCL ബങ്കറിംഗ് സിലിറ്റുകൾ നിർമ്മിക്കും. ഇതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന ഹബ്ബായി വിഴിഞ്ഞം മാറും. ഗതാഗത ശൃംഖലയ്ക്ക് കോൺകോർ, റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള നവരത്ന കമ്പനിയായ കോൺകോർ റെയിൽ വഴി ചരക്ക് സുരക്ഷിതമായി രാജ്യമെമ്പാടും എത്തിക്കാനുള്ള കണ്ടെയ്നർ ഡിപ്പോകളും ചരക്ക് നീക്ക സംവിധാനങ്ങളും വികസിപ്പിക്കും. ഭീമൻ ലോജിസ്റ്റിക് പാർക്കിന് CWC, അത്യാധുനിക മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കിന് വലിയ ഗോഡൌണുകൾക്കുമായി കേന്ദ്ര വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ 700 കോടി രൂപ മുതൽ മുടക്കും. സർക്കാരിന് സാമ്പത്തിക ബാധ്യതകളില്ലാതെ നിർമ്മിക്കുന്ന ഈ പാർക്കിൽ വലിയ കോൾഡ് സ്റ്റോറേജുകളും കയറ്റുമതി അനുബന്ധ യൂണിറ്റുകളും സജ്ജീകരിക്കും. തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ, വകുപ്പ് സെക്രട്ടറി ഡോക്ടർ A കൗശികൻ, വിസിൽ MD ഡോക്ടർ ദിവ്യ S അയ്യർ എന്നിവരും സ്ഥാപനങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥരും സന്നിഹിതരായി. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന് ഫ്രാൻസിലേക്ക് പ്രവേശന കവാടം തുറക്കുകയാണ്. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഫ്രാൻസിലെ മാർസെഫോസ് തുറമുഖവുമായി ബിസിനസ് വിപുലീകരണത്തിന് കരാർ ഒപ്പിട്ടതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവാകുക വിഴിഞ്ഞം തുറമുഖമായിരിക്കും. പശ്ചിമ യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടമായ മാർസെഫോസ് തുറമുഖത്ത് നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന കൂറ്റൻ കപ്പലുകൾ അടുപ്പിക്കുക വിഴിഞ്ഞത്തായിരിക്കും. ഇതോടെ വിഴിഞ്ഞത്തിനും യൂറോപ്പിനുമിടയിൽ ചരക്കു ഗതാഗതം ശക്തമാവും. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ പോലും അടുപ്പിക്കാനാവുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര കപ്പൽ ചാലിന് 10 നോട്ടിക്കൽ മൈൽ അടുത്ത ആയാണ് ഏറ്റവും ഗുണകരം. മുംബൈ 700, മുദ്ര 1150 നോട്ടിക്കൽ മൈലും അകലെയാണ്. വിഴിഞ്ഞത്തിന് പകരം ഇവിടങ്ങളിലെത്താൻ 50 മണിക്കൂറിലേറെ അധിക യാത്ര വേണം. മദർഷിപ്പുകൾ അടുപ്പിക്കാനാവുന്ന ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖം പോലും രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയാണ്. അവിടെ 18 മീറ്ററാണ് പരമാവധി ആഴം. ഡ്രഡ്ജിംഗ് വേണ്ടിവരും. സെമി ഓട്ടോമേറ്റഡ് ആണ്. വിഴിഞ്ഞത്ത് 20 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. ഡ്രഡ്ജിംഗ് ആവശ്യമില്ല. യൂറോപ്പ്, ഗൾഫ്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള കപ്പൽ ചാലിനോടുള്ള സാമീപ്യമുള്ളതിനാൽ ലോകത്തെ വമ്പൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിടാനെത്തുന്നു. ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് വാണിജ്യ ഇടനാഴി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് അദാനി പോർട്സ് ഫ്രാൻസിലെ തുറമുഖവുമായി കരാർ ഒപ്പിട്ടത്. ഇതിലൂടെ വിഴിഞ്ഞത്ത് 70 ദശലക്ഷം ടൺ കണ്ടെയ്നർ നീക്കം അധികമായി നടക്കുമെന്നാണ് വിലയിരുത്തൽ. കൊച്ചി വഴി അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് 60 മുതൽ 65 ദിവസവും യൂറോപ്പിലേക്ക് 40 ദിവസവും എടുക്കും. എന്നാൽ വിഴിഞ്ഞത്ത് നിന്ന് അമേരിക്കയിലേക്ക് 35ഉം യൂറോപ്പിലേക്ക് 22 ദിവസവും മതി. ഇതും വിഴിഞ്ഞത്തിന് അനുകൂലമായിരിക്കും. ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജെറ്റ് സർവീസിൽ കഴിഞ്ഞ മാർച്ചിൽ വിഴിഞ്ഞം ഇടം പിടിച്ചിരുന്നു. ലോകത്തെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുള്ളതാണ് ഈ സർവീസ്. ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിനെ ചുറ്റിപ്പോവുന്ന പാതയിൽ ചൈന, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, സ്പെയിൻ, ഇറ്റലി എന്നിവിടങ്ങളിലെ വൻകിട തുറമുഖങ്ങളെ വിഴിഞ്ഞവുമായി ബന്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.